നീറ്റ് 2024 പുനഃപരീക്ഷ വീണ്ടും ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ആശങ്ക. 660 മുകളിൽ മാർക്ക് വാങ്ങിയ എല്ലാ കുട്ടികളും ആ ഒരു ആകുലതയിലാണ്. എന്നാൽ അതിന് തൊട്ട് താഴെ മാർക്കുള്ള പല കുട്ടികളും ഒരു 620, 610 എന്നീ തുടങ്ങിയ മാർക്കൊക്കെ വാങ്ങിച്ച കുട്ടികൾക്ക് എവിടെയും ഗവൺമെൻറ് സീറ്റ് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് വീണ്ടും പുനഃപരീക്ഷ നടത്തണമെന്നും ഓൾ ഇന്ത്യ തലത്തിൽ പലയിടത്തും ഈ ചോദ്യപേപ്പർ ലീക്കായതും NTA ഗ്രേസ് മാർക്ക് നൽകിയതും മറ്റു പല ക്രമക്കേടുകളും ആരോപിച്ച് സുപ്രീം കോടതിയിൽ ദിവസം തോറും നിറയെ ഹർജികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതിയോ കേന്ദ്ര ഗവൺമെൻറ്റോ ഓൾ ഇന്ത്യ തലത്തിലൊരു പുനഃപരീക്ഷയെപ്പറ്റി ചിന്തിക്കുന്നതേയില്ല. കോടതി പോലും ഗവൺമെൻറ്റും വിദ്യാഭ്യാസ മന്ത്രിയും അങ്ങനെ ഒരു സൂചനയും നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഓൾ ഇന്ത്യ തലത്തിൽ ഒരു പരീക്ഷ നടത്തുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന് പോലും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷെ ദിവസം ചെല്ലും തോറും ഇതിൽ നടന്ന അഴിമതികളുടെ കഥ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് 2015 ഇതേ പരീക്ഷ നീറ്റ് എന്ന പേരിലായിരുന്നില്ല അന്ന് നടത്തിയിരുന്നത്, മറ്റൊരു പേരിലായിരുന്നു, CBSE ആയിരുന്നു നടത്തിയിരുന്നത്. അന്ന് ഒരു 10-40 കുട്ടികൾ നടത്തിയ ചോദ്യപേപ്പർ ലീക്കേജുമായി ബന്ധപ്പെട്ട് അന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ വീണ്ടും പരീക്ഷ നടത്താനാണ്. 6 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയ ഒരു പരീക്ഷയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് ഞാനിതിൻ്റെ കൂടെ ലിങ്കിൽ ചേർക്കാം, എല്ലാവരും വായിച്ചു നോക്കണം. നമ്മുടെ നാട്ടിലെ ന്യായവും നീതിയും എങ്ങനെയാണ് നിലനിന്നിരുന്നതെന്നും അത് വായിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധി തന്നെ വായിക്കണം. അത് വളരെ ക്ലിയറാണ്. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന മാറ്റങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇന്ന് നീതിന്യായ വ്യവസ്ഥയും ഗവൺമെൻറ്റും എടുക്കുന്ന സമീപനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ ദിവസം എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആ കുട്ടികളുടെ ഈ ഒരു വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. മാവേലി നടുവാണെന്ന കാലത്ത് കള്ളവും ചതിയൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പാടി നടന്ന് മലയാളികൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് മാത്രമല്ല, തമിഴ്നാട്ടിലെ ഒരു നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുന്ന ഒരു അധ്യാപകൻ തയ്യാറാക്കിയ ഒരു ശാസ്ത്രീയമായ ഇതിൻ്റെ ഒരു പഠനമുണ്ട്. കുറച്ച് കാലത്തെ റിസൾട്ടുകളുമായിട്ട് എങ്ങനെയാണ് ഈ 2024 റിസൾട്ടിനെ അട്ടിമറിച്ചത് എന്നുള്ളത് ശാസ്ത്രീയമായി അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഇതിനകത്ത് ചേർക്കാം. നിങ്ങളതും കൂടെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനകത്ത് കുറിക്കണം. മറ്റൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. സാധാരണ ഉയർന്ന മാർക്കിലെത്തുമ്പോൾ, ഉയർന്ന റാങ്കുകളിലാണ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് വളരെ കുറയുക. താഴേക്കുള്ള മാർക്കുകളിൽ ധാരാളം കുട്ടികളുണ്ടാവും. അപ്പോൾ അതിൻ്റെ വർധനവും ധാരാളം അവിടെയാണ് കാണിക്കേണ്ടത്. വിചിത്രമായി 2024 650 മേലെ മാർക്ക് വാങ്ങിയ ഉന്നത റാങ്ക് വാങ്ങിയവരുടെ ഒരു വർധനവ് 2023 24 തമ്മിൽ നടന്നതൊന്ന് ആ അധ്യാപകൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ ടേബിൾ അതൊന്ന് നോക്കി നോക്കൂ. അപ്പം തന്നെ ഈ കള്ളത്തരം പിടിക്കപ്പെടും. ഭാവിയിൽ നമ്മുടെ ആരോഗ്യരംഗത്തെ സംരക്ഷിക്കേണ്ട ഡോക്ടർമാരെ സൃഷ്ടിക്കുന്ന ഈ പരീക്ഷയിൽ നടന്ന ക്രമക്കേടുകളെപ്പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിറയ്ക്കാം. കമൻറ്റ് ബോക്സുകൾ നിറയട്ടെ, അഭിപ്രായങ്ങൾ രൂപീകരിക്കട്ടെ, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.